ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തിനും സന്തോഷത്തിനും വക നൽകിക്കൊണ്ട് അഭിവന്യ മാർ ജോർജ് കൂവക്കാട് പിതാവ് നാളെ വൈകിട്ട് 20 മറ്റ് കർദിനാളന്മാരോടൊപ്പം പുതിയ കർദിനാളായി സ്ഥാനമേൽക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാം. അതിനായി ചങ്ങനാശ്ശേരിയിൽ നിന്നും കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചും ഭാരത സർക്കാരിനെ പ്രതിനിധീകരിച്ചും മന്ത്രിമാരും പിതാക്കന്മാരും വൈദികരും അൽമായരും അടങ്ങുന്ന വിവിധ സംഘങ്ങൾ റോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ മാസം 7-ാം തീയതി രാവിലെ 9:30-ക്ക്, ഇറ്റാലിയൻ സമയം 9:30-ക്ക്, ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂവക്കാട് പിതാവും അതോടൊപ്പം പിതാവിൻ്റെ അടുത്ത ബന്ധുക്കളും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വൈകിട്ട് 4:30-ക്കാണ് കർദിനാൾ സ്ഥാനമേൽക്കുന്ന കൺസിസ്റ്ററി നടക്കുക. അത് എനിക്ക് പിന്നിലുള്ള വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ചാണ് ഈ ചടങ്ങുകൾ നടത്തപ്പെടുക. പിറ്റേ ദിവസം ഡിസംബർ മാസം 8-ാം തീയതി രാവിലെ 9:30 മണിക്ക് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വെച്ച് തന്നെ രാവിലെ 9:30-ക്ക് വിശുദ്ധ കുർബാന അർപ്പണമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മുഖ്യ കാർമ്മികനാവുക. 21 പുതിയ കർദിനാളന്മാരും സഹകാർമ്മികരായി പാപ്പായോടൊപ്പം ചേരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ദിനത്തിലാണ് ഈ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുക. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് റോമിലെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ അനസ്താസിയ ബസിലിക്കയിൽ വെച്ച് കൂവക്കാട് പിതാവിന് സ്വീകരണവും അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയും പൊതുസമ്മേളനവും സ്നേഹവിരുന്നുമുണ്ട്. ഇതിലേക്കായി ഒട്ടേറെ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പിതാവിൻ്റെ ബന്ധുക്കളായും പരിചയക്കാരായും സുഹൃത്തുക്കളായും സഹപാഠികളായും വൈദികരും മെത്രാന്മാരും സന്യസ്തരുമെല്ലാം റോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അഭിമാനത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടെ പിതാവിന് വേണ്ടി കൈകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രാർത്ഥനകളിൽ പിതാവിനെയും ഓർക്കാം.